ഹലോ, ഇനി നമുക്ക് ഇച്ചിരി മുടി സംരക്ഷണമാകാം. ഇതെന്നെ സംഭവം എന്ന് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ റോസ്മേരിയാണ്. ഡ്രൈ അല്ല, ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പം ലുലു പോയപ്പോൾ കിട്ടിയതാണ്, ഫ്രഷ് ആയിട്ട്. എന്നാൽ പിന്നെ ഞങ്ങൾ വാങ്ങി ഇച്ചിരി എണ്ണ കാച്ചി നോക്കാമെന്ന് ഞാനും വെച്ചു. എല്ലായിടത്തും നോക്കിയാലും മറ്റേ റോസ്മേരി വാട്ടറിൻ്റെയൊക്കെ ഭയങ്കര റിവ്യൂ. ഞാൻ നേരത്തെ കുറച്ച് ഡ്രൈ ലീവ്സ് ഇങ്ങനെ ഇട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് റിസൾട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നാട്ടിലൊന്നും പോയപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നാട്ടിൽ ചെന്ന് ഇവിടുത്തെ വെള്ളം മാറി അവിടുത്തെ വെള്ളമായി, ആകെപ്പാടെ സീനായി, ഉള്ളതും കൂടെ പൊഴിഞ്ഞു പോയൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഒന്നും കൂടെ ആദ്യം തൊട്ട് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ വീട്ടിൽ എണ്ണ കാച്ചുമ്പോഴത്തേന് ഈ ഇലകളൊക്കെ ചതച്ചൊക്കെ എടുത്ത് അമ്മമാരൊക്കെ തരുന്നത്. ഇതിപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതുകൊണ്ടൊന്നിങ്ങനെ ചതയ്ക്കുന്ന പോലെ ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് വേണ്ടത്ര എണ്ണ ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. കാരണം ഇത് കുറേ നേരം ഇരുന്നാൽ മാത്രമേ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻസും ഇതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് ഈ എണ്ണയിലോട്ട് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് അങ്ങ് തിളച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണയ്ക്കകത്ത് എല്ലാം അതങ്ങ് ലയിച്ചിറങ്ങത്തില്ല. അപ്പോൾ ഇതൊരു വീഡിയോ 3 മിനിറ്റേ ഉള്ളെങ്കിൽ ഒരു 30 മിനിറ്റ് എടുത്ത് ഇതിങ്ങനെ അതിൻ്റെ കളറ്, അതിൻ്റെ ആ സത്തെല്ലാം ആ എണ്ണയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണിത് ഡബിൾ ബോയിൽ മെത്തേഡ് ചെയ്യുന്നത്. ഈ റോസ്മേരി ലീവ്സ് ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണെന്നാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ഇതിന് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടും. അതുപോലെ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. സ്കാൽപ്പിന് എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. അതുപോലെ ഹെയർ ഫോള് കുറയ്ക്കും. അതുപോലെ പുതിയ ബേബി ഹെയർസ് ഉണ്ടാകും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നതിൽ വിരോധമില്ലല്ലോ. പിന്നെ ഇത് ട്രൈ ചെയ്യുമ്പോഴത്തേന് ഈ സൈനസൈറ്റിസ്, കഫക്കെട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇത് രാത്രിയിൽ വൈകുന്നേര സമയത്തൊന്നും ട്രൈ ചെയ്യാത്തതാണ് നല്ലത്. ആഴ്ച 2 ദിവസം ഇത് യൂസ് ചെയ്താൽ മതി. എന്ത് സാധനമാണല്ലോ അധികമായ അമൃതും ആപത്താന്ന് പറയുന്ന പോലെ. ഇനിയിപ്പോൾ ഇത് തേച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മുടി വളരുമല്ലോ എന്ന് കരുതി എല്ലാ ദിവസവും വാരിക്കൊരു തേക്കൊന്നും വേണ്ട. ആഴ്ച 2 ദിവസം തേച്ചാൽ മതി. അപ്പം ഞാനിത് കാച്ചി കഴിഞ്ഞിട്ട് ഒരു ബോട്ടിലിനകത്താക്കി, തണുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ബോട്ടിലിനകത്താക്കിയൊക്കെ വെച്ചു. എന്നിട്ട് എനിക്ക് തേക്കാൻ വേണ്ടി എടുത്ത് നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ ലീവ്സിന്, ആ ഫ്രഷ് ലീവ്സ് എടുക്കുമ്പോൾ നല്ലൊരു മണമുണ്ട്. എൻ്റെ തലയോട്ടിയിലാണെങ്കിൽ മുടിയില്ല, തല മൊത്തം ഇത് പൊഴിഞ്ഞ് ഇതെല്ലാം തലയോട്ടിയെല്ലാം കാണാവുന്ന അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് യഥാർത്ഥ ചലഞ്ച് ഗൈസ്. എനിക്കെങ്ങാനും മുടി വളർന്നു വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉറപ്പിക്കുക ഈ സാധനം നല്ല യൂസ്ഫുൾ ആണെന്ന്. കുറേ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ട് നല്ല മുടിയുള്ള ആൾക്കാരാണ് വന്നിരുന്നത് ഇതിൻ്റെ റിവ്യൂ പറയുന്നതൊക്കെ. അപ്പം എന്നെപ്പോലുള്ള ഈ മുടി ഇല്ലാത്ത ആൾക്കാർ ഇതൊക്കെ ചെയ്തിട്ട് സക്സസ്ഫുൾ ആയാലാണ് ഇത് ശരിക്കും ഒരു ചലഞ്ച് വർക്കായി എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നാണെങ്കിലും നമുക്ക് 1 മാസമെങ്കിലും ഇതൊന്ന് തേച്ച് നോക്കാതെ അറിയാൻ പറ്റത്തില്ല. എന്നാണേലും ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ എപ്പോഴും അമ്മയൊക്കെ പറയും ഞാൻ മുടി അങ്ങനെ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് മുടി വളരാത്തതെന്ന്. എനിക്ക് ഇന്നേ വരെ ഇതിൽ കൂടുതൽ മുടി ഉണ്ടായി ഞാൻ കണ്ടിട്ടേ ഇല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും കുഞ്ഞുണ്ടായി കഴിഞ്ഞാണെങ്കിലും എപ്പോഴാണെങ്കിലും എനിക്ക് ഇത്രയും മുടിയേ ഉള്ളൂ. ഇത് അധികം വളരാറുമില്ല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം അമ്മയൊക്കെ പറഞ്ഞത് നീ കെയർ ചെയ്യാത്തതുകൊണ്ടാണ് നിൻ്റെ ഉള്ള മുടിയും കൂടെ പോകുന്നതെന്നാണ്. അപ്പം നമുക്കൊന്ന് കെയർ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇത്തവണ ഇങ്ങ് പോകുന്നപ്പോൾ അഞ്ചി എൻ്റെ അടുത്ത് പറഞ്ഞു കൊച്ചിത്തവണ നല്ലതായിട്ട് മുടിയൊക്കെ ശ്രദ്ധിക്കുക, എണ്ണയൊക്കെ തേച്ച് എപ്പോഴും ചീകി കെട്ടിയൊക്കെ വെക്കുക, അപ്പം മുടി വളരുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മുടെ മുടി വളരാതിരിക്കണം. ഇനിയെങ്ങാൻ വളർന്നാലോ, ഇനി അടുത്ത തവണ നാട്ടിൽ ചെല്ലുമ്പോഴത്തേനും മുടിയൊക്കെ വളർന്ന് നിലത്ത് മുട്ടുന്ന അവസ്ഥയിലെങ്ങനെയാണ് എനിക്ക് വയ്യ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം കെട്ടി വെച്ച ഇത്ര ഉള്ള ആകെപ്പാട് ഇതെങ്ങാനും വളരുവാണെങ്കിൽ ഭയങ്കര സംഭവമായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്നാ ചെയ്താലും ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ എന്നാണെങ്കിലും ആഴ്ച 2 ദിവസം തേച്ചാൽ മതിയല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ.